ഓം നമോ നാരായണായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. അടുത്തു വരുന്ന വിശേഷ ദിവസങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന വിശേഷ ദിനവിശേഷം എന്ന ഈ പംക്തിയിൽ ഇപ്പോൾ പറയുന്നത് വിഷുവിനെക്കുറിച്ചാണ്. നാളെയാണ് വിഷു. നാളെ 2025 ഏപ്രിൽ 14 1200 മേടമാസം 1 തിങ്കളാഴ്ച ആയ നാളെയാണ് വിഷു. നമുക്കെല്ലാവർക്കും അറിയാം, വിഷു എന്നാണെന്നോ വിഷു എന്താണെന്നോ എങ്ങനെയാണ് ആചരിക്കേണ്ടതെന്നോ ഒന്നും മലയാളികളെ ആരും ഓർമ്മപ്പെടുത്തേണ്ടതില്ല, ആരും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. നമുക്ക് അത്രയേറെ അറിയാം ഓണവും വിഷു എന്താണെന്നും അതിൻ്റെ ആചാരങ്ങളെല്ലാം നമുക്ക് മലയാളികൾക്ക് അറിയാം. ഈ വിഷുവെല്ലാം പ്രത്യേകിച്ചും മലയാളികളെ അത്രയേറെ ഇഴുകിച്ചേർന്ന് കിടക്കുന്ന ആഘോഷമാണ്. നമ്മുടെ ഏറെ ഗൃഹാതുര സ്മരണയുടെ ആഘോഷം കൂടിയാണ് വിഷു. എങ്കിലും വിഷുവിനെക്കുറിച്ച് ചില കാര്യങ്ങൾ മാത്രം പറയാം. വിഷു എന്ന വാക്ക് ഈ ആഘോഷത്തിന് വരുന്നത് വിഷുവം എന്ന വാക്കിൽ നിന്നാണ്. വിഷുവം എന്നാൽ ആ വാക്കിനർത്ഥം രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസം എന്നാണ്. അമരകോശത്തിൽ പറയുന്നു, സമരാത്രിം ദിവേകാലേ വിഷുവദ്വിഷുവം ചതത്. സമരാത്രിം ദിവേകാലേ, രാത്രിയും പകലും തുല്യമായി വരുന്ന ആ ദിവസത്തെ വിഷുവത്തെന്നും വിഷുവം എന്നും പറയുന്നു എന്നാണ് അതിനർത്ഥം. അങ്ങനെ നോക്കുമ്പോൾ ഒരു വർഷത്തിൽ 2 തവണ വിഷുവം വരും. രാത്രിയും പകലും തുല്യമായ ദിവസം 2 തവണ വരും. അതായത് സൂര്യൻ്റെ ഉത്തരായന കാലത്തും ദക്ഷിണായന കാലത്തും 2 തവണ വിഷുവം വരും. കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 21 സെപ്റ്റംബർ 23 രാത്രിയും പകലും തുല്യമായി വരുന്നത്. അതായത് മാർച്ച് 21 വിഷു വസന്ത വിഷു, അത് മീനമാസം 7 8 ആയിട്ട് വരുന്നു. ശരത് വിഷുവോ ദക്ഷിണായന കാലത്ത് വരുന്ന വിഷുവോ അത് കന്നിമാസം 7 8 ആയിട്ട് വരുന്നു. അങ്ങനെ 2 തവണയാണ് വിഷുവം വരുന്നത്, രാത്രിയും പകലും തുല്യമായി വരുന്നത്. എന്നാൽ ഈ വിഷുവം എന്ന വാക്കിൽ നിന്നാണ് വിഷു എന്ന ആഘോഷം വന്നത് എന്ന് പറഞ്ഞു. വിഷുവം തന്നെയായിരുന്നു പണ്ട്, വിഷുവ ദിവസം തന്നെയാണ് പണ്ട് വിഷു ആഘോഷിച്ചിരുന്നത്. രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസം തന്നെയാണ് വിഷു പണ്ട് ആഘോഷിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ മാർച്ച് 21 വിഷുവം വരുന്നത്. പക്ഷേ ഏപ്രിൽ 14 ഒക്കെ ആയിട്ടാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. അതായത് മീനമാസം ഇക്കൊല്ലം തന്നെ നോക്കിയാൽ രാത്രിയും പകലും തുല്യമായി വരുന്നത് മീനമാസം 7 മാർച്ച് 21 30 നാഴിക പകൽ 30 നാഴിക രാത്രി ആയിട്ട് വരുന്നത്. 12 മണിക്കൂർ കൃത്യം 12 മണിക്കൂർ രാത്രിയും കൃത്യം 12 മണിക്കൂർ പകലുമായിട്ട് വരുന്നത് മീനമാസം 7 മാർച്ച് 21 അത് കഴിഞ്ഞ് വരുന്ന സംക്രമം, നിരയന ഗണിത രീതിയിലുള്ള സംക്രമം അനുസരിച്ചാണ്. ആ സംക്രമത്തെയാണ് നമ്മൾ മേടസംക്രമം അല്ലെങ്കിൽ വിഷു സംക്രമം എന്ന് പറയുന്നത്. അപ്പോൾ വിഷുവം നമ്മളിപ്പോൾ പണ്ട് വിഷുവും ഒരേ ദിവസം തന്നെയായിരുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ ഈ നിരയന ഗണിത സമ്പ്രദായത്തിനനുസരിച്ചാണ് ഈ ഓരോ വർഷം തോറും അല്പം നീങ്ങി ഏപ്രിൽ 14 മേടം 1 എന്നുള്ളത് ഏപ്രിൽ 14 ആയി മാറുന്നത്. യഥാർത്ഥ രാത്രിയും പകലും തുല്യമായ ദിവസത്തിൽ നിന്നും 20 22 23 ദിവസമൊക്കെ വളരെ വ്യത്യാസത്തിൽ വിഷു വരുന്നത് അതുകൊണ്ടാണ്. ഏതായാലും വിഷുവം എന്ന വാക്കിൽ നിന്ന് തന്നെയാണ് വിഷു വരുന്നത്. അങ്ങനെ ആ വിഷു നമ്മളെ സംബന്ധിച്ചോളം ആണ്ടുപിറവിയുടെ ഉത്സവം കൂടിയാണ്. പണ്ട് ഈ കൊല്ലവർഷം ആരംഭിക്കുന്നതിന് മുമ്പ്, നമ്മളിപ്പോൾ മലയാളത്തിന് കൊല്ലവർഷം ആരംഭിക്കുന്നത് ചിങ്ങമാസത്തിലാണ്. എന്നാൽ അതിനു മുമ്പ്, കൊല്ലവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് മേടമാസമാണ് വർഷപ്പിറവിയായിട്ട് ആചരിച്ചിരുന്നത്. ഇപ്പോഴും ഒരു രാശിയുടെ 12 രാശികളുടെ കാര്യം നോക്കുമ്പോൾ മേടം രാശിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. 360 ഡിഗ്രിയിൽ ചരിക്കുന്ന സൂര്യചാരം അല്ലെങ്കിൽ മറ്റ് ഗ്രഹചാരങ്ങൾ, അങ്ങനെ രാശിചാരം നോക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും തുടക്ക ബിന്ദു, ആദിബിന്ദു മേഷാദിബിന്ദു തന്നെയാണ്. അങ്ങനെ ഒരു ആണ്ടുപിറവി എന്ന ആഘോഷം ഈ മേടവിഷുവിന് വരുന്നു. ഈ വർഷത്തിൽ 2 തവണ വിഷുവം വരും എന്ന് പറഞ്ഞു. രാത്രിയും പകലും തുല്യമായി 2 ദിവസം വരും. അത് 2 തവണ വിഷുവം വരും. അതുകൊണ്ട് തന്നെ അതിനെ തുടർന്ന് വരുന്ന സംക്രമം വിഷു സംക്രമമാണ്. അപ്പോൾ മേടവിഷുവുണ്ട്. മേടം 1 വിഷുവാണ്, തുലാം 1 വിഷുവാണ്. കാരണം അതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രാത്രിയും പകലും തുല്യമായ വിഷുവം വന്നിരുന്നു എന്നുള്ളതുകൊണ്ട്. അതിൽ തന്നെ ഈ മേടത്തിൽ വരുന്ന വിഷുവാണ് വളരെ പ്രധാനപ്പെട്ടത്. ശബ്ദ രത്നാവലിയിൽ പറയുകയാണ്, വിഷുവാഭ്യാം വത്സരസ്യാദിതി ശബ്ദവിധാം മതം മഹാവിഷുവമാഖ്യാതം കൃതിഭിശ്ചൈത്രജന്യതം എന്ന്. വിഷുവാഭ്യാം വത്സരസ്യാദ്, വിഷുവം എന്ന വാക്കിൽ നിന്നാണ് വത്സരം എന്ന വാക്ക് പോലും ഉണ്ടായത്.
അതിൽ തന്നെ മഹാവിഷുവമാഖ്യാതം കൃതിഭിസ് ചൈത്രജന്യതമായ ആ വിഷുവത്തെ മഹാവിഷുവം എന്ന് പറയുന്നു. മേടമാസത്തിലെ ചൈത്രമാസത്തോട് ബന്ധിച്ചു വരുന്ന വിഷുവിനെ, അതായത് മേടമാസത്തോട് ബന്ധിച്ചു വരുന്ന വിഷുവിനെ മഹാവിഷുവം എന്ന് പറയുന്നു. വസന്ത വിഷുവത്തെ മേടവിഷുവിന് മുന്നോടിയായിട്ട് വരുന്ന ആ വസന്ത വിഷുവത്തെ മഹാവിഷുവം എന്ന് പറയുന്നു. ഈ മേടം 1-ലെയും തുലാം 1-ലെയും വിഷു 2 വരുമെങ്കിൽ പോലും അതിൽ മേടം 1-ലെ വിഷു ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്ന് ശബ്ദരത്നാവലിയിൽ പോലും പറയുന്നു. അങ്ങനെ ഏതായാലും നമുക്കറിയാം, ഈ മേടവിഷു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആണ്ടുപിറവിയുടെ ഉത്സവമാണ് നമ്മൾ പറഞ്ഞു. ഇത് കൃഷി ആരംഭത്തിൻ്റെ, ചാലിടുന്നതിൻ്റെ, വിത്ത് വിതയ്ക്കുന്നതിൻ്റെ ഉൾപ്പെടെ കൃഷിയുടെ മുഴുവൻ ആരംഭത്തിൻ്റെ ഉത്സവം കൂടിയാണ് വിഷു. ഓണം കൊയ്ത്തുത്സവമാണ്. ഈ വിഷുവിനാരംഭിക്കുന്ന കൃഷിയുടെ കൊയ്ത്ത്, അതിന് വിളവെടുക്കുന്ന വിളവെടുത്തുള്ള ഉത്സവം കൂടിയാണ് ഓണം. അപ്പോൾ അതിന് മുന്നോടിയാണ് ഈ വിഷു ആഘോഷം. കൃഷി ആരംഭത്തിൻ്റെ കൃഷി ഉത്സവം കൂടിയാണ് എന്നർത്ഥം. അപ്പോൾ അങ്ങനെ ഈ വിഷു നമ്മുടെ ആണ്ടുപിറവി ഉത്സവമാകുമ്പോൾ ഒരു വർഷത്തെ മുഴുവൻ ഫലം നമ്മൾ ഈ വിഷു ദിനം കൊണ്ട് പറയുന്നു, വിഷുഫലം എന്ന പേരിൽ. അത് ഈ ഒരു വർഷത്തെ മുഴുവൻ പ്രതീക്ഷയുമായിട്ടാണ് ഈ വിഷു സംക്രമം. സൂര്യൻ്റെ ചുറ്റും ഭൂമി സഞ്ചരിക്കുന്ന ഈ പഥത്തിൽ ഈ രാശിചാരത്തിൻ്റെ മീനം രാശി കഴിഞ്ഞ് മേടൻ രാശി ആരംഭിക്കുന്ന ആ ബിന്ദു, ആ ദിവസത്തിന് ഏറെ പ്രാധാന്യം വരുന്നത് അതുകൊണ്ടാണ്. ഒരു തുടക്കം 360 ഡിഗ്രി സഞ്ചരിക്കുന്ന ആ വൃത്തത്തിൻ്റെ തുടക്കമാണ് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു വർഷം തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ആ വർഷത്തിൻ്റെ ആദ്യ ദിവസം നമ്മൾ ഇംഗ്ലീഷ് രീതിയിലാണെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്ന പോലെ ഒരു ദിവസമാണ് ഈ വിഷു ദിവസം, മേടവിഷു ദിവസം. അതുകൊണ്ട് നമ്മൾ വിഷുക്കണിയൊക്കെ ഒരുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഒരു വർഷത്തെ മുഴുവൻ ശ്രേയസ്, ഒരു വർഷത്തിൻ്റെ മുഴുവൻ അഭിവൃദ്ധി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ വിഷുക്കണി കാണുന്നത്. നമുക്കറിയാം, വിഷുക്കണി വെക്കേണ്ട രീതികളും വിഷുക്കണിയും വിഷു കൈനീട്ടവും എല്ലാം ഒരു വർഷത്തെ ഫലം മുഴുവൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. വിഷുക്കണി തലേന്ന് രാത്രി ഗൃഹനാഥൻ ഒരുക്കി വിഷു ദിവസം പുലർച്ചെ കുടുംബാംഗങ്ങളെല്ലാം കാണുന്ന രീതി നമുക്കറിയാം. ആ വിഷുക്കണിയിൽ എന്തൊക്കെ ഒരുക്കണം എന്നുള്ളത് നമുക്കറിയാം. എങ്കിലും നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് വിഷുക്കണിയിൽ ഉണ്ടാവുക എന്ന്, വിഷുക്കണിയുടെ അർത്ഥം എന്ത് എന്നൊക്കെ, വിഷുക്കണി ഒരുക്കുന്നതിൻ്റെ സാരം എന്തെന്നും കൂടി നോക്കാം. ഈ വിഷു എന്ന് പറയുന്നത്, വിഷുക്കണി എന്ന് പറയുന്നത് പ്രകൃതിയെ തന്നെ പ്രതിബിംബമാണ്. ഈ പ്രകൃതിയിലുള്ളതിനെ തന്നെ കണി കാണുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് വിഷുക്കണി കൊണ്ട്. അതായത് പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായ ഓട്ടുരുളിയിൽ ആദ്യം ഉണക്കലരി നിരത്തണം. ഈ ഓട്ടുരുളി തന്നെ പ്രപഞ്ചത്തിൻ്റെ തന്നെ പ്രതീകമാണ്. അതിൽ നമ്മൾ നിരത്തുന്നതോ ഉണക്കലരിയാണ്. ഉണക്കലരി എന്ന് പറഞ്ഞാൽ തനിമയാർന്ന ധാന്യസമൃദ്ധിയിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പ്. അതുകൊണ്ട് ഈ ജീവിതം മുഴുവൻ നിലനിൽക്കുന്ന ഈ ധാന്യസമൃദ്ധിയെയാണ് ഉണക്കലരി കൊണ്ട് സൂചിപ്പിക്കുന്നത്. അന്നാദ് ഭവന്തി ഭൂതാനി എന്ന് ഭഗവത്ഗീത പറയുന്നു. ഈ ഭൂതങ്ങളെല്ലാം, ഈ ഭവിച്ചത് മുഴുവൻ ഉണ്ടാകുന്നത്, പഞ്ചഭൂതങ്ങളും എല്ലാം ഉണ്ടാകുന്നത് അന്നാദ് ഭവന്തി ഭൂതാനി എന്ന്. ഭൂതങ്ങളെല്ലാം അന്നത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഭഗവത്ഗീതയിൽ പറയുന്നു. ആ അന്നമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഇരിപ്പിടം എന്നർത്ഥം. അതുകൊണ്ടാണ് ഉണക്കലരിയിൽ ഇതെല്ലാം വയ്ക്കുന്നത്. ഉണക്കലയിൽ ഒട്ടൂരിൽ ആദ്യം നിരത്തുന്നത്. ആ ഉണക്കലയിൽ വയ്ക്കുന്നതോ സ്വർണ്ണ നിറമുള്ള കണിവെള്ളരിക്ക, കൊന്നപ്പൂക്കുല, വെറ്റില, പഴുക്കടയ്ക്ക, നാളികേരം, കസവുമുണ്ട്, അതിൽ ചാർത്തി സ്വർണ്ണമാല, സിന്ദൂരച്ചെപ്പ്, വാൽക്കണ്ണാടി, ഗ്രന്ഥം, പിന്നെ ചക്ക, മാങ്ങ തുടങ്ങി വീട്ടുവളപ്പിൽ വിളഞ്ഞ എല്ലാ ഫലങ്ങളും. ഇതെല്ലാം പ്രകൃതിയുടെ സമ്പൽ സമൃദ്ധിയുടെ പ്രതീകങ്ങളാണ്. എല്ലാം ഒരുക്കി വെച്ച ഒട്ടുരുളിക്കടുത്ത് നിലവിളക്കൂടി കത്തിച്ചു വയ്ക്കുന്നതോടെ ആ വിഷുക്കണി ഒരുങ്ങുകയായി. ആ ഒട്ടുരുളിക്കരികിൽ ഓടക്കുള്ളൂതി നിൽക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കൂടി ആകുമ്പോഴോ ആ വിഷുക്കണിക്ക് ഭഗവത് ചൈതന്യവുമാകുന്നു. ഈ വിഷുക്കണിയിൽ നിറയുന്നത് പ്രകൃതിയുടെ തൊടുപ്പ് തന്നെയാണ്. കൊന്നപ്പൂവും കണിവെള്ളരിയും ചക്കയും മാങ്ങയും ഒക്കെ ഐശ്വര്യം നിറഞ്ഞ പ്രകൃതിയുടെ തുടിപ്പാണ്. അതിനൊപ്പം വയ്ക്കുന്ന വാൽക്കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നത് നമ്മുടെ തന്നെ ജീവാത്മാവ്. അടുത്ത ഒരു കൊല്ലം മുഴുവൻ നമ്മുടെ ജീവാത്മാവിൽ നിറയേണ്ടത് പ്രകൃതിയുടെ ഈ തുടിപ്പ് തന്നെയാകണം എന്നാണ് എൻ്റെ സങ്കല്പം. ഈ വിഷുക്കണി വീട്ടിലുള്ളവർ മാത്രം, കുടുംബാംഗങ്ങൾ മാത്രം അല്ല കാണുന്നത്. വിഷുക്കണി കാണുന്നത് അവർ മാത്രം കണ്ടാൽ പോരാ. തൊഴുത്തിലെ പശുവിനെയും പറമ്പിലെ മരങ്ങളെയും പാടത്തെ നെൽച്ചെടികളെയും ഒക്കെ കണി കാണിക്കുന്ന രീതി ഉണ്ടായിരുന്നു പണ്ട്. കുളക്കരയിലെത്തി കുളത്തെ പോലും കണി കാണിക്കും. അത്രയേറെ ഉദാത്തമാണ് വിഷുക്കണി എന്ന സങ്കല്പം. ഒരു വർഷത്തെ മുഴുവൻ ഫലമാണ് ആ വിഷുക്കണി ദർശനത്തിലൂടെ നമ്മൾ സാധ്യമാക്കുന്നത് എന്നർത്ഥം. അതിന് വിഷുക്കണിക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട്. വിഷുക്കണി കഴിഞ്ഞ് വിഷു കൈനീട്ടം ഒരു വർഷത്തെ മുഴുവൻ ഐശ്വര്യം ഒക്കെയാണ്, ധനസമൃദ്ധിയൊക്കെയാണ് ആ വിഷു കൈനീട്ടം എന്ന ആ പ്രതീകത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, സങ്കല്പിക്കുന്നത്. അത് കഴിഞ്ഞ് വിഷു ഉത്സവവും എല്ലാം നമുക്കറിയാം, വിഷുവിൻ്റെ ആചാരങ്ങൾ എങ്ങനെയാണെന്നൊക്കെ.
അങ്ങനെ അത്രയേറെ ഈ പ്രാധാന്യം മലയാളികൾ അത്രയേറെ പ്രാധാന്യം കൽപ്പിക്കുന്ന വിഷു നമ്മുടെ കവിതകളിൽ, സാഹിത്യത്തിൽ പ്രത്യേകിച്ച് കവിതകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് വിഷു. അയ്യപ്പ പണിക്കരുടെ പ്രശസ്തമായ കവിത എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ എന്ന് പറയുന്ന ആ കവിത, കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ എന്നാണ് അയ്യപ്പ പണിക്കർ പാടിയത്. കാലം എന്ന ആ ശക്തിയുടെ പ്രത്യേകതയെക്കുറിച്ച് കൂടിയാണ് പറയുന്നത്. നാരായണത്തിലെ കാലാഖ്യ ശക്തിയെക്കുറിച്ച് നാരായണത്തിൽ തന്നെ പറയുന്നുണ്ട്, കാലം എന്നുള്ള അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച്. അതാണ് ഈ വിഷുക്കാലമല്ലേ എനിക്ക് പൂക്കാതിരിക്കാനാവില്ല എന്ന് അയ്യപ്പ പണിക്കർ പാടുന്നു. വയലോപ്പിള്ളി പാടിയതോ ഏതു ധൂസരസങ്കല്പത്തിൽ വളർന്നാലും ഏതു യന്ത്രവൽകൃത ലോകത്തു പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും എന്ന് വയലോപ്പിള്ളി ശ്രീധരമാനും പാടി. മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും മനസ്സിലുണ്ടാവട്ടെ എന്നാണ്. വിഷുവിൻ്റെ പ്രതീകങ്ങളാണ് ഇതെല്ലാം. കക്കാട് സഫലമി യാത്രയിൽ പാടുകയാണ് കാലമിനിയും ഉരുളും വിഷു വരും വർഷം വരും എന്ന് കക്കാടിൻ്റെ വരികൾ. സുഗതകുമാരി ടീച്ചർ പാടി ഉണ്ണീ ഉറക്കമുണർന്നോളൂ കണ്ണുമിഴിക്കാതെ വന്നോളൂ എന്ന് സുഗതകുമാരിയുടെ കവിതയിൽ പാടുന്നു. അക്കിത്തം വിഷുപ്രമോദം എന്ന പേരിൽ കവിത എഴുതി. സച്ചിദാനന്ദൻ വിഷു പിന്നെയും എന്ന കവിത എഴുതി. അങ്ങനെ മലയാളത്തിലെ പ്രമുഖ കവികളെല്ലാം വിഷു നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത്രയേറെ കവികളെപ്പോലും സ്വാധീനിച്ച, മലയാള സാഹിത്യത്തിനെ സ്വാധീനിച്ച ഒരു ആണ്ടുപിറവി ഉത്സവം കൂടിയാണ് വിഷു എന്നർത്ഥം. അങ്ങനെ ആ വിഷു പിന്നെ നമുക്കും വരവേൽക്കാം. നാളെ മേടം 1 നമുക്ക് വിഷു ആഘോഷിക്കാം. വിഷുവിൻ്റെ ഒരു കൊല്ലത്തെ മുഴുവൻ ശ്രേയസ്സും അഭിവൃദ്ധിയും നമുക്ക് ഈ വിഷു ദിനത്തിലൂടെ വന്നു ചേരട്ടെ എന്ന് നമുക്ക് ഏവർക്കും ഐശ്വര്യവും അഭിവൃദ്ധിയും ശ്രേയസ്സും ഉണ്ടാകട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. നമസ്കാരം.